ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറേ ഓപ്പറേഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അറേ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് മെൻഷൻ ചെയ്തതാണ്. എന്താണ് അറേ, അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു, എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുന്നു അല്ലേ, അങ്ങനെയുള്ള പ്രോഗ്രാം ഇതെല്ലാം നമ്മൾ നോക്കിയതാണ്. അപ്പോൾ അറേയിൽ നമ്മൾ എന്തൊക്കെ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ട്രാവേഴ്സൽ, അതുപോലെ തന്നെ സോർട്ടിങ്, സെർച്ചിങ്, ഇങ്ങനെയുള്ള ഓപ്പറേഷൻസാണ് നമ്മൾ അറേയിൽ ചെയ്യാറുള്ളത്. അതിൽ ട്രാവേഴ്സൽ ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ട്രാവേഴ്സൽ എന്ന് വെച്ചാൽ ബേസിക്കലി ട്രാവേഴ്സൽ മീൻസ് ആക്സസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് ദി അറേ അറ്റ്ലീസ്റ്റ് വൺസ്. അതാണ് ട്രാവേഴ്സൽ ഓപ്പറേഷൻ്റെ ഡെഫിനേഷൻ. അതായത് ഒരു അറേയിലുള്ള എലമെൻറ്റ്സിനെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ആക്സസ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷനെ പറയുന്ന പേരാണ് ട്രാവേഴ്സൽ. അറേയിൽ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന ഒരു എലമെൻറ്റിനെ നമ്മൾ വെറുതെ ആക്സസ് ചെയ്യുന്നു, എന്തിനെങ്കിലും ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ആക്സസ് ചെയ്യുന്നു. അതിനെയാണ് ട്രാവേഴ്സൽ എന്ന് പറയുക. അതിപ്പോൾ ഇൻസേർഷൻ ആയിക്കോട്ടെ, ആക്സസിങ് ആയിക്കോട്ടെ, ഡിലീഷൻ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ അറേയിലെ എലമെൻറ്റ്സിനെ എന്തിനൊക്കെ വേണ്ടിയിട്ട് ആക്സസ് ചെയ്യുന്നു അതൊക്കെ എന്താണ് ട്രാവേഴ്സൽ ഓപ്പറേഷൻ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ ട്രാവേഴ്സലിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഒരു ട്രാവേഴ്സൽ ഓപ്പറേഷൻ്റെ ഒരു എക്സാമ്പിൾ. ഇവിടെ ട്രാവേഴ്സലിൻ്റെ എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത് അറേയിലേക്ക് എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അറേയിൽ നിന്ന് എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നതും ഡിസ്പ്ലേ ചെയ്യുന്നതും ആ ഒരു പ്രോഗ്രാമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ഹെഡേഴ്സ് നോക്കുക. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രിംഗ് യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റു മെയിൻ. ഇവിടെ ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് a of 10, അതായത് a എന്ന് പറയുന്നതാണ് അറേ. 10 എലമെൻറ്റ്സ് ആണ്, അതായത് 10 ആണ് അതിൻ്റെ സൈസ്. അതായത് 10 എലമെൻറ്റ്സിനെ നമുക്ക് അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ ലൂപ്പ് വേരിയബിളായിട്ട് ഒരു i എന്ന് പറയുന്നൊരു വേരിയബിൾ കൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റ് a of 10ഉം iയും നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു അറേ അവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അറേയുടെ പേര് a എന്നാണ്, അതുപോലെ 10 സൈസ് അതിനുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? അതിലേക്ക് എലമെൻറ്റ്സിനെ ഇൻസേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു മെസ്സേജിനെ ഡിസ്പ്ലേ ചെയ്യും. C-ഔട്ടിൽ പറയാം എൻ്റർ ദി എലമെൻറ്റ്സ് ഓഫ് ദി അറേ, അറേയിലേക്ക് എലമെൻറ്റ്സ് എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വെച്ചു. എന്നിട്ട് നമ്മൾ എങ്ങനെ എൻ്റർ ചെയ്യുക? ഫോർ ലൂപ്പ് വേണം അല്ലേ. നമ്മൾ ഓരോ പൊസിഷൻ 0, 1, 2, 3, 4 ഓരോ പൊസിഷൻ എടുത്തിട്ടാണ് ഇൻസേർട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ലൂപ്പ് വേണം. അപ്പോൾ ഫോർ i = 0 പറയുക. 0 എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷൻ എപ്പോഴും 0 ആയിരിക്കും. i = 0, i less than 10 അല്ലേ. ലെസ് ദാൻ എന്തുകൊണ്ടാണ് വെച്ചത്? എന്തുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വെക്കാത്തത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലെസ് ദാൻ എന്ന് പറയുന്നത് എന്താ? 9 വരെ നോക്കുള്ളൂ. അതായത് 9 വരെ അതിൻ്റെ ലിമിറ്റ് ഉണ്ടാവുള്ളൂ. 10 ആണ് സൈസ് എങ്കിലും 0 എന്നാണ് പൊസിഷൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് എലമെൻ്റ് എപ്പോഴും അതിൻ്റെ സൈസ് -1 ആ ഒരു പൊസിഷനിലായിരിക്കും ലാസ്റ്റ് എലമെൻ്റ് ഇരിക്കുക. അതുകൊണ്ടാണ് i less than 10 എന്ന് പറഞ്ഞത്. i++ എന്ന് വെച്ചു. ഇനി എന്താ? C വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? a of iയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാം. അപ്പോൾ a of i 0 ആവും, a of i 1 ആവും, a of i 2 ആവും, a of i 3 ആവും, അങ്ങനെ a of i 9 ആവും. അങ്ങനെ ഓരോ 9th പൊസിഷൻ വരെ നമ്മൾ ഓരോ എലമെൻറ്റ്സിനെ ഇൻസേർട്ട് ചെയ്യും. ഇനി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നെക്സ്റ്റ് ട്രാവേഴ്സലിൻ്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. ട്രാവേഴ്സൽ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഓരോ എലമെൻറ്റ്സിനെയും ജസ്റ്റ് ആക്സസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഫോർ i = 0. ഇപ്പം നമ്മളുടെ അറേയിലേക്കുള്ള എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ അറേ അവിടെ നമുക്ക് കിട്ടി. ഇനി എന്താ അവിടെ ചെയ്തിട്ടുള്ളത്? ഫോർ i = 0, i less than 10, i++. ഫസ്റ്റ് പൊസിഷൻ മുതൽ നമ്മൾ ഓരോ എലമെൻറ്റ്സിനെയും ആക്സസ് ചെയ്തു. അതിൽ എന്താ ചെയ്തിട്ടുള്ളത്? a of i = a of i + 1. അതായത് a of 0 എടുക്കും, a of 1 എടുക്കും, a of 2 എടുക്കും. അങ്ങനെ ഓരോ പൊസിഷനിലുള്ള എലമെൻറ്റ്സിനെ എടുത്തിട്ട് +1 ചെയ്യാണ്. അപ്പോൾ ഓരോ പൊസിഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ള എലമെൻറ്റുകൾ ഒന്ന് വെച്ച് കൂട്ടി വെക്കുകയാണ് അവിടെ. അത് ട്രാവേഴ്സൽ ഓപ്പറേഷൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഓരോ വാല്യൂ 1 വെച്ച് അവിടെ കൂട്ടി കൊടുക്കും, കൂട്ടി ഇങ്ങനെ കാണിക്കും. ഇനി എന്താ ചെയ്യണേ? മാറ്റം വന്നിട്ടുള്ള ആ ഒരു അറേനെ കാണിക്കണം അല്ലേ. അപ്പോൾ എന്താ? ഒരു മെസ്സേജ് വെച്ചു, C-out എൻറ്റേർഡ് എലമെൻറ്റ്സ് ഓഫ് ദി അറേ ആർ എന്ന് പറഞ്ഞിട്ട് ആ അറേനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പോവാണ്. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് വേണം? ഫോർ ലൂപ്പ് വേണം. ഫോർ i = 0, i less than 10, i++, C-outൽ a of i എന്ന് പറയാം. അപ്പോൾ ഓരോ പൊസിഷനിലുള്ള എലമെൻറ്റ്സിനെയും നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും.
ഇനി നെക്സ്റ്റ് നോക്കുക സോർട്ടിങ്. സോർട്ടിംഗ് എന്ന് വെച്ചാൽ എന്താ? സോർട്ടിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ദ എലമെൻറ്റ്സ് ഓഫ് ദി അറേ ഇൻ സം ലോജിക്കൽ ഓർഡർ. അല്ലേ, നമ്മളുടെ അറേയിലുള്ള എലമെൻറ്റ്സിനെ ഒരു ഓർഡർ ആക്കിയിട്ട് വെക്കുന്നു. ഒന്ന് അസെൻഡിങ്ങോ അല്ലെങ്കിൽ ഡിസെൻഡിങ്ങോ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഒരു ഓർഡറിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സോർട്ടിങ്. അപ്പോൾ സോർട്ടിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്താ, സോർട്ടിങ് 2 ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് സെലക്ഷൻ സോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ബബിൾ സോർട്ട് ഉണ്ട്. അപ്പോൾ 2 സോർട്ടിങ് ടെക്നിക്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ സെലക്ഷൻ സോർട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. സെലക്ഷൻ സോർട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു ഇനീഷ്യൽ അറേ തന്നിട്ടുണ്ട്. അതിൽ 32, 23, 10, 2, 30 അങ്ങനെ 5 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു അറേയുടെ സൈസ് 5 അപ്പോൾ ഈ ഒരു അറേനെയാണ് നമ്മൾ സെലക്ഷൻ സോർട്ട് ചെയ്യാൻ പോകുന്നത്. സെലക്ഷൻ സോർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു അറേ ഫുള്ള് നോക്കിയിട്ട്, ഇപ്പോൾ അസെൻഡിങ്ങിൽ ഓർഡറിലാണ് നമുക്ക് എലമെൻറ്റ്സിനെ കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സെലക്ഷൻ സോർട്ടിൽ ഓരോ എലമെൻറ്റ്സിനെയും നോക്കും. ഓരോ എലമെൻറ്റ്സിനെയും നോക്കിയിട്ട് ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ് നോക്കും. എന്നിട്ട് ആ ചെറിയ വാല്യൂ ഏതാണ്? 2 അല്ലേ? ആ 2നെ ഫസ്റ്റ് പൊസിഷനിലേക്ക് എടുത്തു വയ്ക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, ആഫ്റ്റർ പാസ് 1 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അരേനെ കാണിച്ചു തന്നു. 2 ആണ് ഫസ്റ്റ് ഇരിക്കണേ. അപ്പോൾ 2 അവിടെ കാണിച്ചല്ലോ. ഇനി നെക്സ്റ്റ് മുതൽ നോക്കിയാൽ മതി. നെക്സ്റ്റ് ഈ 23 മുതൽ നോക്കും ഓരോ നമ്പേഴ്സ്. എന്നിട്ട് ഏതാണ് ചെറുത് നോക്കും. അപ്പോൾ 10 ആണ് ചെറുത് അല്ലേ? അപ്പോൾ 10നെ എടുത്തിട്ട് സെക്കൻഡ് പൊസിഷനിലേക്ക് എടുത്ത് വയ്ക്കും. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ വന്നു. അപ്പോൾ 2ഉം 10ഉം നമുക്ക് കിട്ടി. ഇനി 23 മുതൽ നോക്കും. 23 മുതൽ നോക്കിയിട്ട് ഏറ്റവും ചെറുത് ഏതാ നോക്കും. അപ്പോൾ 23 തന്നെയാണ് ചെറുത് അല്ലേ? അപ്പോൾ 23 തേർഡ് പൊസിഷനിൽ തന്നെ. നെക്സ്റ്റ് നോക്കും 32, 30 രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ 30 ആണ് ചെറുത് അല്ലേ? അപ്പോൾ 30നെ ഫോർത്ത് പൊസിഷനിൽ വയ്ക്കും. അപ്പം ഇങ്ങനെയാണ് സെലക്ഷൻ സോർട്ട്. ആദ്യം നമ്മുടെ അരേയിൽ എല്ലാ എലമെൻറ്റ്സും ചെക്ക് ചെയ്തിട്ട് ഏറ്റവും ചെറിയ എലമെൻ്റ് ഏതാണോ അതിനെ ഫസ്റ്റ് പ്ലേസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് പൊസിഷൻ മുതൽ നോക്കും, ചെറുത് ഏതാണോ നോക്കും, എന്നിട്ട് അതിനെ സെക്കൻഡ് പൊസിഷനിലേക്ക് വെക്കും. ഇതിനെയാണ് സെലക്ഷൻ സോർട്ട് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ എല്ലാ ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതാണ് കിട്ടുക. ലാസ്റ്റ് നമ്മളുടെ സോർട്ടഡ് ആയിട്ടുള്ളൊരു അരേ കിട്ടും. ഇനി നമുക്കിവിടെ പറയാനുള്ളത് സെലക്ഷൻ സോർട്ടിൻ്റെ ഒരു പ്രോഗ്രാമാണ്, ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. സെലക്ഷൻ സോർട്ട് ഫോർ അറേഞ്ചിങ് എലമെൻറ്റ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ നമുക്ക് സെലക്ഷൻ സോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെഡേഴ്സ് ചെയ്താൽ ഹാഷ് ഇൻക്ലൂഡ് ഐ സ്ട്രിങ് യൂസിങ് നെയിംസ്പേസ് std ഇൻറ്റു മെയിൻ. ഇനി നമുക്ക് വാരിയബിൾസ് വേണം അല്ലേ? എന്തിനൊക്കെ വേണം? നമുക്ക് അരേ വേണം അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ AR of 25, AR എന്ന് പറയുന്ന ഒരു അരേ ഡിക്ലെയർ ചെയ്തു. 25 ആണ് സൈസ്. പിന്നെ N, I, J, min, pos ഇത്രയും വാരിയബിൾസ് നമുക്കുണ്ട്. എന്തിനാന്ന് വഴിയെ പറഞ്ഞുതരാം. ഇനി AR എന്ന് പറയുന്ന ഒരു അരയുടെ സൈസ് 25 ആണ്. ഇനി നെക്സ്റ്റ് എന്താ പറയണ്ടേ? ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ട് സി ഔട്ടിൽ, ഹൗ മെനി എലമെൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ട്. ഹൗ മെനി എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അരയുടെ സൈസ് എൻ്റർ ചെയ്യാനാണ്. അപ്പോൾ സീനിൽ നമ്മൾ N എന്ന് പറയുന്ന ഒരു വാരിയബിൾ അരയുടെ സൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സൈസ് ഓൾറെഡി AR of 25 എന്നുണ്ട്. 25 ആണ് സൈസ്. ഇനി 25 അല്ല, നമുക്ക് 25നേക്കാൾ കുറവ് എലമെൻറ്റ്സിനെ വേണമെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. കുറച്ച് അവിടെ ബ്ലാങ്ക് ആക്കി ഇടാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ എത്ര സൈസാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 10 ആണെങ്കിൽ 10, അല്ലെങ്കിൽ 20 ആണെങ്കിൽ 20, അങ്ങനെ നമുക്ക് കൊടുക്കാം. 25 തന്നെ കൊടുക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു എലമെൻറ്റിൻ്റെ സൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അരയുടെ സൈസ് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കൊടുക്കാനാണ് എന്ന് പറയുന്ന വാരിയബിൾ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും? അരയുടെ സൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണെന്ന് കൊടുക്കുക. അത് എന്നിലേക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? എൻ്റെ അടുത്ത് അര എലമെൻറ്റ്സ് അത്രയും N എലമെൻറ്റ്സിലേക്ക് അത്രയും എലമെൻറ്റ്സിനെ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഫോർ ലൂപ്പ് വേണം. ഫോർ i = 0, i <n, i++, c in AR of i. നമുക്കറിയാം അരേസിലേക്ക് എലമെൻറ്റ്സിനെ എൻ്റർ ചെയ്യാനായിട്ട് ലൂപ്പ് വേണം. അപ്പോൾ ഇത്രയും ഈ ഒരു 2 ഭാഗം അല്ലേ, ഈ ഒരു 4 c in ഇത്രയും ഭാഗം നമുക്കറിയാം അര എലമെൻറ്റ്സിനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ AR എന്ന് പറയുന്ന അരയിലേക്ക് എലമെൻറ്റ്സും കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് സെലക്ഷൻ സോർട്ട് ചെയ്യണം. സെലക്ഷൻ സോർട്ട് എന്താണെന്നൊന്നുകൂടെ പറയാം. സെലക്ഷൻ സോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് പൊസിഷൻ നോക്കും. ഫസ്റ്റ് പൊസിഷൻ മുതൽ എല്ലാ പൊസിഷനും നോക്കി ഏറ്റവും ചെറുത് ഏതാന്ന് നോക്കിയിട്ട് അതിനെ ഫസ്റ്റിലേക്ക് എടുത്ത് വെക്കും. ഫസ്റ്റിലിരിക്കുന്നതിനെ ഇപ്പോൾ കിട്ടിയ ചെറിയ എലമെൻറ്റിൻ്റെ അവിടേക്ക് എടുത്ത് വെക്കും. ഇനി നെക്സ്റ്റ് സെക്കൻഡ് പൊസിഷൻ മുതൽ നെക്സ്റ്റ് എല്ലാ പൊസിഷനും നോക്കും. സെക്കൻഡ് എലമെൻറ്റിനേക്കാൾ ഏതാണോ ചെറുത് വരുന്നത് അതിനെടുത്ത് സെക്കൻഡിലേക്ക് വെച്ചിട്ട് സെക്കൻഡിലിരിക്കുന്നതിനെ ഇപ്പോൾ കിട്ടിയ എലമെൻറ്റിൻ്റെ ഭാഗത്തേക്ക് എടുത്ത് വെക്കും. അങ്ങനെയാണ് സെലക്ഷൻ സോർട്ട് നമ്മൾ പഠിച്ചു.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഫസ്റ്റ് പൊസിഷൻ മുതൽ എല്ലാ എലമെൻസിനും നോക്കണം. അപ്പോൾ 4 i = 0, i <n-1. n-1 എന്താ വെച്ചത്, നമുക്ക് ലാസ്റ്റ് എലമെൻറ്റിനേക്കാളും കുറച്ച് മുന്നിലുള്ള എലമെൻറ്റ് വരെ എടുത്താൽ മതി. ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണത്. അത് നിങ്ങൾക്ക് ഇനിയും പറയുമ്പോൾ മനസ്സിലാവും. i <n-1, i++. അപ്പോൾ നമ്മൾ സെലക്ഷൻ സോർട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് i ഇപ്പോൾ കറൻ്റ്ലി 0 ആണ് അല്ലേ, ഫസ്റ്റ് എലമെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഉള്ളിലേക്ക് കയറി min = AR(i) എന്ന് പറഞ്ഞു. അതായത് ഫസ്റ്റ് പൊസിഷൻ തൊട്ട് നമ്മൾ നോക്കുമ്പോൾ മിനിമം എന്ന് പറയുന്ന ഒരു വേരിയബിൾ അല്ലെങ്കിൽ മിനിമം എന്ന് പറയുന്നൊരു വാല്യൂ എന്ന് പറയുന്നത് AR(0) ആണ് അല്ലേ. ഫസ്റ്റത്തെ എടുത്തിട്ട് നമ്മൾ മിനിമം അതാക്കി വെച്ചു. എന്നിട്ട് പൊസിഷൻ POS പോസ് എന്ന് പറയുന്നത് i ആക്കി വെച്ചു. അതായത് പൊസിഷൻ എന്ന് പറയുന്നത് i ആണ്, മിനിമം എന്ന് പറയുന്നത് AR(i) ആണ്, അതിൻ്റെ ഉള്ളിലുള്ള എലമെൻ്റ് ആണ്. ഇനി നമുക്ക് ആ ഒരു AR(i) വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു മിൻ വെച്ചിട്ട് നെക്സ്റ്റ് ഓരോ പൊസിഷനും എടുത്തിട്ട് കമ്പയർ ചെയ്യണം, ഈ മിനിമത്തിനേക്കാൾ ഏതാണ് ചെറുത് വരുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ലൂപ്പ് ഇട്ടു. ഫോർ j = i+1 അല്ലേ, i+1. അതായത് നെക്സ്റ്റ് പൊസിഷൻ മുതൽ ഓരോ എലമെൻറ്റിനും ചെക്ക് ചെയ്യാനായിട്ട് j = i+1 എന്ന് പറഞ്ഞു. j എവിടെ വരെ പോകണം, ലാസ്റ്റ് എലമെൻറ്റ് വരെ പോകണം. അപ്പോൾ j <n, j++. ഇനി എന്താ അതിൻ്റെ ഉള്ളിൽ വരുന്നത്, ഓരോ അതായത് AR(i) അതായത് AR(0) ൻ്റെ നെക്സ്റ്റ് എലമെൻറ്റ് മുതൽ എല്ലാതും ചെക്ക് ചെയ്ത് പോവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ എഴുതേണ്ടത്, ഇഫ് AR(j) min, അതായത് എപ്പോഴാണോ AR(j) എന്ന് പറയുന്നത് min എന്ന് പറയുന്ന വേരിയബിളിനേക്കാളും ചെറുതായിട്ട് വരുന്നത്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, മിനിമം എന്ന് പറയുന്നത് AR(j) ആക്കി മാറ്റുക, പൊസിഷൻ എന്ന് പറയുന്നത് jയും ആക്കി മാറ്റുക. അപ്പോൾ മിനിമം എന്തായി, AR(j) ആയി, പൊസിഷൻ എന്ന് പറയുന്നത് j ആയി. അപ്പോൾ ഇവിടെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഏതാണോ ചെറുതെന്നുള്ളതിനെ വെച്ചിട്ട് ഉള്ളിലുള്ള ഫോർ ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് പോകും, ജെയുടെ ഫോർ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ, മിനിമം എന്ന് പറയും. അപ്പോൾ എന്താ ചെയ്യുക, മിനിമം എന്ന് പറയുന്നത് AR(j) ആക്കും, പൊസിഷൻ എന്ന് പറയുന്നത് jയും ആക്കി വെക്കും. ഇനി പുറത്തേക്ക് വന്നിട്ട് ഇപ്പം എന്താ ഒരു ഇഫ് കണ്ടീഷൻ ഉണ്ട് അല്ലേ, അതിൽ പൊസിഷൻ ≠ i ആണെങ്കിൽ അല്ലേ, i എന്ന് പറയുന്നത് കറൻ്റ്ലി ഉള്ള പൊസിഷനാണ്, നമ്മൾ മിനിമം ആക്കി നേരത്തെ വെച്ച പൊസിഷനാണ്. ആ പൊസിഷനല്ല ഇപ്പോൾ ഉള്ള j എന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള കറൻ്റ്ലി ഉള്ള പൊസിഷൻ വാല്യൂ i അല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, AR(pos) എന്ന് പറയുന്നതിലേക്ക് AR(i) എടുത്ത് മാറ്റുക, AR(i)യിലേക്ക് മിന്നും എടുത്ത് വയ്ക്കുക. അതായത് ഈ ഒരു ഇഫ് കണ്ടീഷൻ എന്നുള്ളത് ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് മിനിമം വാല്യൂവിനേക്കാൾ ചെറിയൊരു വാല്യൂ കിട്ടിയെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ഫസ്റ്റ് ഇടുന്നിരുന്ന എലമെൻറ്റിനെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഫ് ഭാഗമുള്ളത്. അപ്പോൾ ഈ ഒരു ഔട്ടർ ലൂപ്പിലേക്ക് പിന്നെ വരും, i++ ചെയ്യും, സെക്കൻഡ് പൊസിഷൻ എടുക്കും, ഉള്ളിലേക്ക് വരും. അപ്പോൾ സെക്കൻഡ് പൊസിഷൻ എടുത്തിട്ട് മിനിമം വാല്യൂ ആക്കി വെക്കും, എന്നിട്ട് പൊസിഷനും i ആക്കി വെക്കും. നെക്സ്റ്റ് ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യും, നെക്സ്റ്റ് പൊസിഷൻ മുതൽ ഓരോന്ന് ചെക്ക് ചെയ്തിട്ട് മിനിമം വാല്യൂവിനേക്കാൾ ചെറുത് ഏതാണെന്ന് നോക്കും, എന്നിട്ട് അത് മിനിമം ആക്കി, എപ്പോഴാണോ ചെറുത് വന്നത് അതിനെ മിനിമം ആക്കി വെക്കും, എന്നിട്ട് ആ സെക്കൻഡ് പൊസിഷനിലുള്ളതിനെ ആ ഒരു പൊസിഷനിലേക്ക് എടുത്ത് വെക്കും. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ലാസ്റ്റ് എലമെൻറ്റ് വരെ. ലാസ്റ്റ് സി ഔട്ടിൽ സോർട്ടഡ് അറേ എന്ന് പറഞ്ഞിട്ട് ഓരോ എലമെൻറ്റിനെയും ഫോർ ലൂപ്പ് വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യും. ലാസ്റ്റ് റിട്ടേൺ 0 പറയുക, ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് സെലക്ഷൻ സോർട്ട് വരുന്നത്. ഇവിടെ ഉണ്ട് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, ഹൗ മെനി എലമെൻറ്റ്സ്. അപ്പോൾ 5 എൻ്റർ ചെയ്തു. എൻ്റർ ദി അറേ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ 5 എലമെൻറ്റ്സിന് അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്, 12, 3, 6, 1, 8. ഇനി ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സോർട്ടഡ് അറേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ വരിക, 1, 3, 6, 8, 12 ഇങ്ങനെ വരും. അപ്പോൾ സോർട്ടഡ് സെലക്ഷൻ സോർട്ട് കഴിഞ്ഞു, നമ്മൾ സോർട്ടിംഗ് ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് സെലക്ഷൻ സോർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ഉള്ളതാണ് ബബിൾ സോർട്ട്. അപ്പോൾ ബബിൾ സോർട്ട് എന്താണെന്ന് പറയാം. ബബിൾ സോർട്ട് ഈസ് എ സോർട്ടിംഗ് അൽഗോരിതം ദാറ്റ് വർക്ക്സ് ബൈ റിപ്പീറ്റഡ്ലി സ്റ്റെപ്പിംഗ് ത്രൂ ലിസ്റ്റ് ദാറ്റ് നീഡ് ടു ബി സോർട്ടഡ്, comparing each pair of adjacent items and swapping them if they are in the wrong order. അതായത് ഇപ്പോൾ ഇവിടെ ഇനീഷ്യൽ ഒരു അറേ തന്നിട്ടുണ്ട്, 23, 12, 7, 11, 4. ഇനി ഫസ്റ്റത്തെ നോക്കുക. ഫസ്റ്റത്തെ ഇതിങ്ങനെ കുറേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ആദ്യം നമ്മൾ ഫസ്റ്റും സെക്കൻഡും എലമെൻസിനെ എടുത്ത് നോക്കും, അതിലേതാ ചെറുതെന്നുണ്ടെങ്കിൽ അതിനെടുത്ത് ഫസ്റ്റ് പൊസിഷനിൽ വയ്ക്കും, 23നെ അപ്പുറത്ത് വയ്ക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് 23ഉം 7ഉം നോക്കും, എന്നിട്ട് അതിലേതാ ചെറുതെന്നുണ്ടെങ്കിൽ 7 എടുത്ത് സെക്കൻഡ് പൊസിഷനിൽ വയ്ക്കും, 23 അപ്പുറത്തും പോകും. നെക്സ്റ്റ് റൗണ്ടിൽ 3ഉം 4ഉം പൊസിഷൻ കമ്പയർ ചെയ്യും, അതിൽ ചെറുതെടുത്തിട്ട് തേർഡ് പൊസിഷനിൽ വയ്ക്കും, 23നെ ഫോർത്ത് പൊസിഷനിൽ വയ്ക്കും. ഇനി നെക്സ്റ്റ് എടുത്തിട്ട് 4ഉം 5ഉം പൊസിഷൻസ് കമ്പയർ ചെയ്യും, ചെറുതിനെ എടുത്തിട്ട് ഫോർത്തിൽ വയ്ക്കും, 23നെ എടുത്തിട്ട് ഫിഫ്ത്തിൽ വയ്ക്കും. അപ്പോൾ ലാസ്റ്റ് ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനില്ലല്ലോ. ഇനി ഇത്രയും തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ ഇപ്പം കിട്ടിയ അറേ എന്താ 12, 7, 11, 4, 23 അല്ലേ. ഇനി ഈ ഒരു അരയിലായിരിക്കും വീണ്ടും ബബിൾ സോർട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ എപ്പോഴാണോ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഓർഡറിൽ കിട്ടുന്നത് അതുവരെ ഈ സ്റ്റെപ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ബബിൾ സോർട്ട്.